ഹലോ ഗൈസ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും കോഴിയാണ്. നല്ല തനി നാടൻ ഭക്ഷണമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനായി ഞാൻ ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിലേക്ക് 3 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് ചതയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ചതച്ചെടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടി വാട്ടാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ വെള്ളം കുറച്ച് കുറവായിരിക്കണം. കാരണം തേങ്ങയിലെ വെള്ളം കൂടി തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ തേങ്ങയിലെ വെള്ളം കൂടി ചേരുമ്പം പാകമാവണം. അപ്പോൾ കുറച്ച് വെള്ളം കുറവായിരിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും വെള്ളം എത്തണം. ഇനി ഞാൻ ആ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം കുഴച്ച് കൊടുക്കാം. നന്നായി കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ എല്ലായിടത്തേക്കും ആവണം. നല്ലോണം കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. എല്ലായിടത്തും നല്ലോണം എത്തുന്നവരെ നല്ലോണം കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ. വെള്ളമൊക്കെ പാകമാണോ നോക്കണം. വെള്ളം പാകമില്ലെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഞാനിതിൽ പാൽപ്പിടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് തേങ്ങാപ്പാൽ പിഴിയണം. ഞാൻ ബാക്കി 1/4 മുറി തേങ്ങ എടുത്തിട്ട് പിഴിയുന്നുണ്ട്. വല്ലാതെ കട്ടി വേണ്ട. അപ്പോൾ ഞാൻ 1/4 മുറി തേങ്ങ പിഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങ പിഴിഞ്ഞതിന് ശേഷം ആ ബാക്കിയുള്ള ചണ്ടി 2 പ്രാവശ്യം വെള്ളം പറഞ്ഞ് 5 പ്രാവശ്യം മിക്സിയിലൊന്നും കൂടി അരച്ച് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പാല് വല്ലാതെ കട്ടി വേണ്ട. പാകത്തിന് വെള്ളമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ആവരുത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ട ഓരോന്നായി അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള പിടികളാണ്. അതൊക്കെ ഞാനത് തേങ്ങാപ്പാലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പാൽപ്പിടിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ട് അരി കലക്കി പകർന്ന് കൊടുക്കാം. അരിയും തേങ്ങയും കൂടി. ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പാൽപ്പിടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പോ ഇനി പഞ്ചസാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ചെറിയ തീയിലാണ് വേവിക്കുന്നത്. കണ്ടോ, ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് വെന്തോ നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഇനി അഥവാ വെന്തിട്ടില്ല, വെള്ളം കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം പകർന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ചൂടുവെള്ളത്തിൽ കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നത് തമ്മിൽ ഒട്ടാതിരിക്കാനും നല്ല ടേസ്റ്റിനും നല്ലതാണ്. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളത് വെന്തിട്ടുണ്ട്. തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിന് പാന് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് മതി. പാകത്തിന് കുട്ടികൾക്ക് കഴിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി,
1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലോണം നമ്മൾ വറുത്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരും, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചിക്കനിലേക്ക് വേണ്ട 5 ചെറിയ ഉള്ളി, 3 വെല്ലുള്ളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ വേഗം ഒന്നാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതിലും നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അതിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഇളക്കി കൊടുക്കും. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 തക്കാളി, ഇനി അതിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ തക്കാളിയാണ്. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം, ആ തക്കാളി ഒന്ന് വേവുന്നത് വരെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളി വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കനാണ്. അത് മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് നല്ലോണം ഇളക്കി മസാല എല്ലായിടത്തേക്കും ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെ വെള്ളം കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി വെള്ളം വേണം. ഞാൻ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറവിടാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് വറുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ചിക്കനിൽ പാകത്തിന് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ആവണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവണം. എരിവ് കുറവാണ് ചിക്കൻ കറിയിൽ നിന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടാൽ മതി. ഞാനതിൽ പാകത്തിനാണ് എരിവ്. നമ്മൾ ചിക്കൻ കറി ആയി വെന്തിരിക്കുകയാണ്. ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആവണം. ഇതിൻ്റെ എരിവ് പാകമാണ്. നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 മുളക് പൊട്ടിച്ചിട്ടാൽ മതി. നമ്മളുടെ ഉള്ളി വരണ്ടി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കത് അടച്ചു വയ്ക്കാം കേട്ടോ. നല്ല ഇളക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം.
സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ പിടിയും കോഴിയും നല്ല ടേസ്റ്റാണ്. നാടൻ വിഭവമാണ്. നല്ലോണം എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.